നെഹാസ് കിച്ചൻ. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ചുള്ളത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ കുനാഫ. ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കുനാഫൻ്റെ ഡോ ഒന്നും ആവശ്യമില്ല, നമുക്ക് വെർമിസെല്ലി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, 250 ഗ്രാം. ഇത് നമുക്ക് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കൈവച്ചിട്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. 250 ഗ്രാം എടുക്കുന്നെങ്കിൽ നമുക്ക് 50 ഗ്രാം ബട്ടറാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ 50 ഗ്രാം ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം ഫുൾ ഒഴിച്ചിട്ട് കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൈവച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു മിക്സാണ്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 2 ടീസ്പൂണ് മൈദയും അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലോറും ഇട്ടിട്ടുള്ള ഒരു മിക്സാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഇപ്പോൾ ഞാനിവിടെ 150 ഗ്രാമിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെർമിസെല്ലിൻ്റെ മിക്സ് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് നല്ലോണം സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ ഒരു ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ നല്ലോണം തിക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ബാറ്റർ നല്ല തിക്കായിട്ട് ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്, സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ട് വെർമിസെല്ലിൻ്റെ മിക്സ് ഒന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് അടുപ്പത്തേക്ക് വെക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു 15 മുമ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായ പാത്രമാണ്. അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായ ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 45 മിനിറ്റത്തേക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ നിന്ന് ഒരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലും കുറച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 50 മിനിറ്റ്സ് ഒക്കെ മതിയാവും. എന്നിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുനാഫനെ നമ്മൾ പാനിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഈ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്തിട്ടുള്ള എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂണ് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ 1 സ്പൂണ് പനീറും കൂടിയിട്ട് ആക്കിയിട്ടുള്ളതാണ്. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതാക്കിയിട്ടുള്ളത്. ഈ ഷുഗർ സിറപ്പ് ഒന്ന് നമുക്ക് ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കുനാഫ നമുക്ക് ഫ്രീസറിലൊന്ന് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കുനാഫ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാമൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുനാഫൻ്റെ ഡോ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളം ഓപ്ഷൻ ആക്കിയാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.